ഹായ്, വെൽക്കം ബാക്ക് ടു ഈസി ട്രേഡ്സ്. ഇന്ന് ഞാൻ എൻട്രി എടുത്തത് സെൻസെക്സ് 73,000 പിയിലാണ് എൻട്രി എടുത്തത്. ഇതൊരു 12:45 ടൈമിലാണ് എൻട്രി എടുക്കുന്നത്. 12:45 ഒരു 12:50 ചില 12 മണിക്ക് അത് എക്സിറ്റ് ചെയ്യണം. കാരണം 12 മണിക്കൊരു മൂവ്മെൻറ്റ് നടക്കും. ആ മൂവ്മെൻറ്റിന് മുമ്പ് നമ്മൾ എക്സിറ്റ് ചെയ്ത് കഴിയണം. അപ്പോൾ ഏതൊരു എൻട്രി നമ്മൾ പ്ലാൻ ചെയ്യണമെങ്കിലും 12 മണി ടൈമിൽ ഒരിക്കലും 1 മണി 12 ഒരു 11 മണി 12 മണി 1 മണി ആ ടൈമുകളിൽ ഒരിക്കലും നമ്മൾ ഒരു എൻട്രി ഹോൾഡ് ചെയ്യില്ല. ആ സമയത്ത് എക്സിറ്റ് ചെയ്ത് ഒഴിവാക്കിയിട്ട് നമ്മൾ അടുത്ത എൻട്രി എപ്പോഴും പ്ലാൻ ചെയ്യാവും. സോ ഞാനൊരു 5 മിനിറ്റ്സ് ഒരു 10% റിട്ടേൺസ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ സ്പോട്ടിൽ എക്സിറ്റ് ചെയ്തിട്ട് അടുത്ത 12 മണിക്കുള്ള മൂവ്മെൻറ്റ് എങ്ങനെയാണോ ആ മൂവ്മെൻറ്റിൽ ഒരു എൻട്രി എടുക്കും. അതാണ് എൻ്റെ പ്ലാനിങ്. അപ്പോൾ നമുക്ക് ഓൾറെഡി 7% റിട്ടേൺസ് വന്നിട്ടുണ്ട്. ഇത് ഒരു പ്രോപ്പറി ഒരു എൻട്രി പറയുകയാണെങ്കിൽ ഞാൻ രാവിലെ തന്നെ ഞാൻ വീട്ടിൽ പറഞ്ഞിട്ട് പി എൻ ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റേ പിയിലേക്ക് തന്നെ ട്രെൻഡ് വന്നത് മാർക്കറ്റ്, അതിൽ മാറ്റമൊന്നും വന്നിട്ടൊന്നുമില്ല. പക്ഷേ ഉദ്ദേശിച്ച പോലെ ഒരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. പ്രീമിയം ഒന്നും വലുതായിട്ട് മൂവ് ആയിരുന്നില്ല. സെക്കൻഡ് ടാർഗറ്റൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ 2 റീ എൻട്രി എടുത്തിട്ടാണ് നമ്മൾ ഏകദേശം 175 പോയിൻറ്റ്സ് സെൻസെക്സിൽ എടുക്കാൻ പറ്റിയത്. സോ ഇത് നമുക്ക് എക്സിറ്റ് ചെയ്തിട്ട് 10% അടുപ്പിച്ച് വരണുണ്ട് ട്രെൻഡ്സ്. എക്സിറ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്തൊരു മൊമെൻറ്റ് എന്താണെന്ന് നോക്കിയിട്ട് അതിലേക്ക് എൻട്രി എടുക്കാം. ഓക്കെ, ഇത് വേറെ നല്ലൊരു ട്രെൻഡ് നേരെ വന്നുകൊണ്ടിരിക്കുവാണ്. ട്രെൻഡിൻ്റെ കൂടെ വന്ന് റീട്രേസ്മെൻറ്റ് വന്നു. റീട്രേസ്മെൻറ്റ് സമയത്ത് റീട്രേസ്മെൻറ്റിൻ്റെ മുകളിൽ നിന്ന് അടുത്തൊരു എൻട്രി പ്ലാൻ ചെയ്തു. അത് ഡൗണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ താഴേക്ക് വീണ്ടും ഒരു താഴത്തെ ക്യാൻഡിൽ താഴെ ഇരിക്കുന്ന ക്യാൻഡിലിനെ ക്രോസ് ചെയ്ത് വീണ്ടും പോകുവാണെങ്കിൽ ഡൗൺ ട്രെൻഡ് തന്നെ ആയിരിക്കും, കണ്ടിന്യൂഷൻ ആയിരിക്കും. അതെല്ലാം അവിടെ വെച്ച് സ്റ്റോപ്പ് ആവണമെന്നുണ്ടെങ്കിൽ ട്രെൻഡ് റിവേഴ്സ് ആവും. അപ്പോൾ നമുക്കത് അടുത്ത ക്യാൻഡിലോട് കൂടി കൺഫേം ആക്കാൻ പറ്റും. ഇത് ഞാൻ എക്സിറ്റ് ചെയ്യണം എന്തായാലും. ഓൾറെഡി 10% ആവാറായി. നോക്കാം. ഓക്കെ, ഞാൻ മറ്റേ പൊസിഷനാണ് എക്സിറ്റ് ചെയ്തായിരുന്നു. ഇത് അടുത്ത പൊസിഷനാണ് എടുത്തേക്കുന്നത്. സെയിലേക്ക് ഞാൻ പറഞ്ഞില്ല, മൂന്നാമത്തെ ക്യാൻഡിലൂടെ കഴിയുമ്പോൾ ഒരു കൺഫർമേഷൻ വരുമെന്ന് പറഞ്ഞില്ല. ഷാർപ്പ് 12 മണിയായി. 12 മണിയായപ്പോഴത്തേക്കും മൊമെൻറ്റം റിവേഴ്സ് ആയി. അത് എപ്പോഴും മാർക്കറ്റിൽ സംഭവിക്കുന്ന ഒരു സംഭവമുണ്ട്. ഈ 9 മണി 10 മണി 11 മണി 12 മണി 1 മണി ടൈമുകളിൽ 2 മണി ടൈമുകളിലൊക്കെ മാർക്കറ്റുകൾ ഇതുപോലെ ട്രെൻഡ് റിവേഴ്സ് ആവാനും വോളറ്റൈൽ ആവാനും ചാൻസ് ഉണ്ട്. അതിലൊരു ടെക്നിക്സ് ഉണ്ട്. ഇത് എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ഉണ്ട്. ആ ടെക്നിക്സ് എന്ന് വെച്ചാൽ ഒരു 95% ആക്യുറസി ആ ടെക്നിക്സിൽ കിട്ടുന്നുണ്ട്. കറക്റ്റ് ആ 12 മണിക്കുള്ള എൻട്രി എനിക്ക് മിക്ക ദിവസങ്ങളിലും കിട്ടുന്നുണ്ട്. വളരെ റെയർലി മാത്രമാണ്. ഞാനൊരിപ്പം 10 എൻട്രി എടുക്കുകയാണെങ്കിൽ ഒരു എൻട്രിക്ക് മാത്രമാണ് എനിക്ക് സ്റ്റോപ്പ് ലോസ് എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. ബാക്കിയെല്ലാം തന്നെ എനിക്ക് ടാർഗറ്റ് എടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ അതും ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്.